സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് DIY ആയിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കാന്നാണ്. നമ്മൾ പെയിന്റിംഗ് ഒക്കെ നമുക്ക് വീട്ടിലൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് ചെയ്യാന്നാണ്. അതായത് ലെങ്ത് വൈസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല നീളത്തിലുള്ളൊരു പീസിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ്. ഇത് നമുക്ക് ഈ സൈസ് പെയിൻറ്റിങ് ഫ്രെയിം ചെയ്യാൻ ചെറിയൊരു കഷ്ണം മതി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് മുറിക്കാൻ വലിയ മെനക്കെടുന്നില്ല. നമ്മൾ നോർമൽ കട്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വലിയവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ കൈ മുറിക്കുക അങ്ങനത്തെ പരിപാടിക്കൊന്നും നിങ്ങൾ പോകണ്ട. അപ്പം വലിയൊരു ചെയ്തു തരാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തു തരാമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യാൻ നിൽക്കുക, അല്ലാത്തൊരു ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഇതിനിങ്ങനെ ഓരോ ഗ്യാപ്പ് ഉണ്ട്, ഓരോ സ്ട്രിപ്പ് പോലെയാണ് സംഭവം ഉള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്ട്രിപ്പിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രിപ്പ് ചിലപ്പം കുറച്ചൊന്ന് അണ്ണീവണൊക്കെ ആയിട്ടായിരിക്കും ഉള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറേ എണ്ണം നമ്മളിപ്പോൾ 3 പീസുള്ളതിനെ കൊണ്ട് അങ്ങനത്തെ കുറേ എണ്ണം ഞാൻ മുറിച്ച് വെച്ചു. ഇതിന് ശേഷം അപ്പോൾ നിങ്ങൾ സൈസ് കറക്റ്റ് ആക്കിയിട്ട് വേണം കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശമെങ്കിലും ഒരു ചെറുതായി പോകുക, ഒരുപാട് ചെറുതായി പോകരുത്, ഒരുപാട് വലുതാവും വേണ്ട. അപ്പോൾ താഴത്തെ ബോട്ടം സൈസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പീസ് എടുക്കുക, ഇതിൻ്റെ മുകളിൽ ഡയറക്റ്റ് വെക്കുക, എന്നിട്ട് കട്ട് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഒരെണ്ണത്തിന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി ബാക്കി രണ്ടെണ്ണത്തിനോട് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. എങ്ങനെയൊക്കെയാണ് ഈ ട്രയാങ്കിൾ അല്ലെങ്കിൽ ആ ഒരു ഇതില്ലേ, ഒരു സ്ലാൻറ്റ് കട്ട് ചെയ്യുന്നില്ലേ, ചെരിഞ്ഞ ഭാഗം കട്ട് ചെയ്യുന്നില്ലേ, അത് ഓരോ സൈഡിനും ഓരോ രീതിക്കാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഏത് ഡയറക്ഷനിലാണ് കട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡും കട്ട് ചെയ്യുമ്പം ആ സ്ലാൻഡിങ് കറക്റ്റ് ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുക ഓരോ സ്ലാൻറ്റിനെയും. അപ്പം നമ്മൾ താഴെ എടുക്കുന്ന സ്ലാൻഡും സൈഡിൽ വരുന്ന സ്ലാൻഡും ഒരേപോലെ ആയിരിക്കണം. എന്നാലേ നമുക്കതിനെ സെയിം ആയിട്ട് ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കുറച്ച് പ്രിസിഷനോടെ നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഒരു ഫ്രെയിം ഉണ്ടാക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ആ സ്ലാൻഡിനെ കൺസിഡർ ചെയ്യുക കറക്റ്റായിട്ട് എന്നുള്ളതും
പിന്നെ ഈ ഫോട്ടോ പെയിൻറ്റിങ്ങിൻ്റെ ലെങ്ത്ത് കൺസിഡർ ചെയ്യാന്നുള്ളതും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ സാധനം പോയി വാങ്ങിയതൊന്നുമല്ല. ഇത് നമ്മൾ ഇതിൽ പണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വെച്ചാൽ ബാക്കി വരുന്ന പീസാണ്. ആ പീസ് അപ്പോൾ ഇത് സെറ്റാക്കാൻ വെക്കുക. സെറ്റാക്കാൻ വെച്ചാൽ പ്രോപ്പറായിട്ട് ഡ്രൈ ആവണം ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ രാത്രി ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തേക്ക് അത് കംപ്ലീറ്റ് ഡ്രൈ ആയി നല്ല ഡ്രൈയിങ് ടൈം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇത് കടയിൽ നിന്ന് ഫ്രെയിം മേടിച്ച് വാങ്ങിയ ഫ്രെയിമാണ്. അപ്പം ഇതിൻ്റെ ബാക്ക് ഭാഗം കണ്ടു, ഇവർ ഫുള്ള് 4 സൈഡും ടേപ്പ് ഒട്ടിക്കുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ ബോർഡ് വെച്ചിട്ട് പിന്നെ ടേപ്പ് ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊന്നും റിമൂവബിൾ ടൈപ്പ് ഫ്രെയിം അല്ല, നോൺ റിമൂവബിൾ ടൈപ്പാണ്. അപ്പോൾ ഇതുപോലെ നമുക്കും